എല്ലാവർക്കും ടാലന്റ് ഹണ്ടിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ കേരള പാഠാവലിയിൽ നമ്മൾ 3ാമത്തെ പാഠമായിട്ടുള്ള കോയക്കട്ട അതിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അനുഭവക്കുറിപ്പും ആസ്വാദനക്കുറിപ്പും എങ്ങനെ എഴുതാം എന്ന് പഠിച്ചു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഥാപാത്ര നിരൂപണം, അതുപോലെ തന്നെ കത്ത് തയ്യാറാക്കുക, അതുപോലെ തന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ചോദ്യം വായിച്ചു നോക്കൂ. വയൽവരമ്പിലൂടെ കോരമ്പയും ചൂടി പണിയിടങ്ങളിൽ നിന്ന് അധ്വാനിച്ച് നെറ്റിയിൽ വിയർപ്പൊഴുകി പേരക്കുട്ടികൾക്കായി പലഹാരപ്പൊതിയുമായി എത്തുന്ന വലിയമ്മ കവിതയിലെ ഒരു വിങ്ങുന്ന ഓർമ്മയാണ്. കവിതയുടെ അടിസ്ഥാനത്തിൽ വലിയമ്മയുടെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ കഥാപാത്ര നിരൂപണമൊക്കെ നമ്മുടെ എക്സാമിനൊക്കെ ഓണപരീക്ഷയ്ക്കായാലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. അപ്പോൾ ഇവിടെ നമ്മുടെ കഥാപാത്രം ആരാണ്? വലിയമ്മ. വലിയമ്മയെക്കുറിച്ചാണ് നമ്മൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. ആദ്യം നമുക്കൊരു തലക്കെട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോഴും നമ്മൾ എന്ത് കൊടുക്കണം? നല്ലൊരു തലക്കെട്ടത്തിന് കൊടുക്കണം. അപ്പോൾ ഇവിടെ തലക്കെട്ട് എന്താണ്? വലിയമ്മ സ്നേഹത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും പ്രതീകം. കോഴിക്കട്ട എന്ന കവിതയിലെ ഏറ്റവും കേന്ദ്രീകൃതമായ കഥാപാത്രമാണ് വലിയമ്മ. ഒരു സാധാരണ നാട്ടിൻപുറത്തെ കഠിനാധ്വാനിയായ ഒരു വൃദ്ധയുടെ എല്ലാ ഭാവങ്ങളും വലിയമ്മയ്ക്കുണ്ട്. നെറ്റിയിൽ വിയർപ്പൊഴുക്കി പാടത്തും പണിയിടങ്ങളിൽ പണിയെടുക്കുന്ന ആളാണ് വലിയമ്മ. പ്രായത്തിൻ്റെ അവശതകൾ ഉണ്ടെങ്കിലും നടക്കാൻ വടിയുടെ സഹായം വേണമെങ്കിലും വലിയമ്മ തൻ്റെ കടമകളിൽ നിന്ന് പിന്മാറുന്നില്ല. കനത്ത മഴയത്തും കോരമ്പയും ചൂടി വയൽവരമ്പിലൂടെ അവർ നടന്നു വരുന്നു. സ്വന്തം ക്ഷീണത്തേക്കാളും കഷ്ടപ്പാടിനേക്കാളും വലിയമ്മ വിലമതിക്കുന്നത് തൻ്റെ പേരക്കുട്ടികളുടെ സന്തോഷത്തിനാണ്. അതുകൊണ്ടാണ് പണിയിടങ്ങളിൽ നിന്ന് മടങ്ങുമ്പോൾ അവർക്കായി ഒരു പലഹാരപ്പൊതി കരുതാൻ വലിയമ്മ മറക്കാത്തത്. സ്നേഹവും കാരുണ്യവും വാത്സല്യവും ഒരുപോലെ ഒത്തിണങ്ങിയ വലിയമ്മ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിച്ചു തീർക്കുന്ന ലക്ഷക്കണക്കിന് അമ്മമാരുടെ ഒരു നേർചിത്രമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല കഥാപാത്ര നിരൂപണം നമുക്ക് വലിയമ്മയുടേത് തയ്യാറാക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാണ്. അടുത്ത പ്രവർത്തനം എന്താണ്? കത്ത് തയ്യാറാക്കുക. ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ചോദ്യം എന്താണ്? നഗരത്തിൽ താമസിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരനെ അഥവാ കൂട്ടുകാരിക്ക് നാട്ടിൻ പുറത്തെ മഴക്കാലത്തെക്കുറിച്ചും മുത്തശ്ശി അഥവാ വലിയമ്മ ഉണ്ടാക്കി തരുന്ന നാടൻ പലഹാരങ്ങളെക്കുറിച്ചും രുചിയെക്കുറിച്ചൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നഗരത്തിൽ ജീവിക്കുന്ന നമ്മുടെ കൂട്ടുകാരന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കത്ത് തയ്യാറാക്കണം. അപ്പോൾ കത്ത് നമുക്ക് നോക്കാം. കത്തിൽ നമുക്കറിയാലോ, ആദ്യം സ്ഥലം എഴുതണം, പിന്നെ തീയതി എഴുതണം. ഇവിടെ ഒരു വശത്തായിട്ട് സ്ഥലവും തീയതി എഴുതിയിട്ടുണ്ട്. ശേഷം നമ്മൾ ആർക്കാണോ കത്തെഴുതിക്കുന്നത് അവരെ അഭിസംബോധന ചെയ്തിട്ട് വേണം കത്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട രാഹുലിന്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് എഴുതാട്ടോ. പ്രിയപ്പെട്ട ഗീതയ്ക്ക്, പ്രിയപ്പെട്ട നീതുവിന്, അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പേര് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സുഖമെന്ന് കരുതുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. നീ നഗരത്തിലെ തിരക്കുകളിൽപ്പെട്ട് നാട്ടിൻ പുറത്തെ വിശേഷങ്ങളൊക്കെ മറന്നോ എന്ന് ചോദിക്കാനാണ് ഈ കത്ത് എഴുതുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല മഴയാണ്. മഴ പെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ വലിയമ്മയെയാണ്, മുത്തശ്ശിയും. കഴിഞ്ഞ ദിവസം സ്കൂളിൽ കോഴിക്കട്ട എന്നൊരു കവിത പഠിപ്പിച്ചപ്പോൾ ഞാൻ നിന്നെ ഒത്തിരി ഓർത്തു. ആ കവിതയിലെ പോലെ ഞങ്ങളുടെ വലിയമ്മയും പറമ്പിലെ പണി കഴിഞ്ഞു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി നാടൻ പലഹാരങ്ങൾ കൊണ്ടുവരും. ചൂടുള്ള കോഴിക്കട്ടയും ചക്കയടയും ഒക്കെ മഴയത്തിരുന്ന് കഴിക്കുന്നത് എന്ത് രസമാണെന്നോ. നഗരത്തിലെ ബേക്കറി പലഹാരങ്ങൾക്കൊന്നും ഈ രുചി കിട്ടില്ല. അടുത്ത ഓണാവധിക്ക് നീ തീർച്ചയായും എൻ്റെ നാട്ടിലേക്ക് വരണം. നമുക്ക് ഒരുമിച്ച് വയൽവരമ്പിലൂടെ നടക്കാം. വലിയമ്മ ഉണ്ടാക്കുന്ന നാടൻ പലഹാരങ്ങൾ കഴിക്കാം. നിന്റെ വിശേഷങ്ങൾ അറിയിച്ച് കത്തെഴുതുമല്ലോ. വീട്ടിലെല്ലാവർക്കും എൻ്റെ അന്വേഷണങ്ങൾ അറിയിക്കുക എന്ന് സ്വന്തം കൂട്ടുകാരൻ അഖിൽ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാട്ടോ അവിടെ. ഇനി നമുക്ക് ചെറിയ ചെറിയ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചെറിയ ചോദ്യങ്ങളാണ്. ചോദ്യം 1: വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാരപ്പൊതി തുറക്കാൻ കുട്ടികൾ എവിടെയാണ് കാത്തിരിക്കുന്നത്? അപ്പോൾ വലിയമ്മ വരുമ്പോൾ കുട്ടികൾ വലിയമ്മയെ കാത്തിരിക്കുന്നത് എവിടെയാ? വലിയമ്മ പണിയിടങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പലഹാരപ്പൊതി തുറക്കാൻ വേണ്ടി ചെറിയ മക്കളായ പേരക്കുട്ടികൾ ഇറയത്ത് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉമ്മരത്ത് മിഴി നട്ട് കാത്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം: വലിയമ്മ വയൽ വരമ്പിലൂടെ നടന്നു വരുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രധാരണത്തെക്കുറിച്ച് രൂപത്തെക്കുറിച്ചൊക്കെ കവി വിവരിക്കുന്നത് എങ്ങനെയാണ്? വലിയമ്മ കനത്ത മഴയത്ത് നനഞ്ഞൊട്ടിയ വസ്ത്രത്തോടെ തലയിൽ കോരമ്പയും ചൂടി, കോരമ്പ എന്ന് പറഞ്ഞാൽ പാള കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നൊരു നാടൻ കുടയാട്ടോ, അതും ചൂടി കയ്യിലൊരു വടിയൂന്നിയുമാണ് വയൽ വരമ്പിലൂടെ നടന്നു വരുന്നത്.
അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും കത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ കഥാപാത്ര നിരൂപണം, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കോഴിക്കട്ടയുടെ ഒരുപാട് ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഇതിന് മുൻപൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പോയി കാണണം. 6ാം ക്ലാസ്സിൻ്റെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.